അപ്പോൾ നമ്മുടെ എന്താ പരിപാടി എന്താ പറയുമ്പോൾ നമ്മൾ ആ കാണുന്ന ഷീറ്റ് കണ്ട ആ ഷീറ്റിൻ്റെ അടിയിൽ ഒരുത്തൻ കിടന്ന് അനങ്ങുന്നുണ്ട്. എന്താണ് എങ്ങനെയാണ് ആരാണെന്നൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, മനസ്സിലല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു നോക്കാം. ഈ കാണുന്ന ഒരു ഭാഗത്താണ് പുള്ളിക്കാരൻ പതുങ്ങിയിരിക്കുന്നത്. പുറത്തോട്ട് പോകാനുള്ള ഒരു എപ്പോഴും അകത്തോട്ട് കയറുമ്പോൾ കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചാടണം നടന്ന വല്ല പല്ലിയും ചരന്തിയും പൂച്ചാരയും പുറകിലൊക്കെ കൂടി അകത്തോട്ട് വന്ന് വലിഞ്ഞ് കയറുമായിരുന്നു. നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിലേ പുള്ളിക്കാരൻ വീടിന് തലയിൽ കയറിയിരുന്ന് മുട്ടയിടും. അപ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞ് തൊടല് പിടിക്കല് നക്കല്ല് ഉമ്മായിക്കല്ലെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് മാത്രം ഒന്നും ചെയ്യില്ല. നമ്മൾ കാര്യങ്ങളിങ്ങനെ ദൂരെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ ഉള്ളൂ. തുടർന്ന് കാണാൻ ഒരു മുട്ടക്കട്ടൻ രാജാവൻ പോലെ ഒരു മുട്ടക്കട്ടൻ കരിമൂർക്കനെ പോലെയൊക്കെ തോന്നുന്നില്ലേ? കട്ട കരിമൂർക്കനെ പോലെ തോന്നുന്നില്ലേ? പുള്ളിക്കാരനെ നമ്മൾ പേര് വിളിക്കുമ്പോൾ സാറ് ചേർത്ത് വിളിക്കണം. ഒരു സല്യൂട്ടും കൂടി വേണമെങ്കിൽ കൊടുക്കണം. ചേര സാർ, മഞ്ഞ ചേര സാർ. പുള്ളിക്കാരൻ്റെ അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ അടുത്ത ആഴ്ച വന്നിട്ട് വീണ്ടും ഇതേ സ്ഥലത്ത് വന്നിട്ട് തലയിൽ കയറുന്ന മുടിയില്ലേ, മുടി മുട്ടയടിച്ച് കളിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞ് വിലക്കണം. ഇവിടെ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിലക്കി നമ്മൾ പുറത്തേക്ക് വിടാൻ വേണ്ടി പോണ്. ആളും പാഞ്ചാരും ഇല്ലാത്ത സമയത്ത് ഇവനെ വിളിച്ചിനകത്ത് കയറ്റിയായിരുന്നു അറിയണ്ടേ. അപ്പുറത്ത് പതുങ്ങിയിരിക്കുന്നുണ്ട്. അയ്യോ എന്നെ കൊല്ലിനെ എന്ന് വിളിച്ച് അത് കണ്ടിട്ടാണ് ഞാൻ വന്ന് നോക്കിയത്. അതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ആ കാണുന്ന തടി കണ്ട, ആ കാണുന്ന തടിയുടെ ഇടയിൽ കൂടി ഇപ്പോൾ തല പൊക്കി വരും. ആ കാണുന്ന മുളം കമ്പിൻ്റെ ഇടയിൽ ഇപ്പോൾ തല കുരുങ്ങിയിട്ട് എലിവില്ലിൻ്റെ ഇടയിൽ പെട്ടാൽ ഇപ്പോൾ ചത്തിരുന്നതിനകത്ത് ഇടയ്ക്കിടയ്ക്കിടന്ന് വിളിക്കും. അയ്യോ എന്നെ കൊല്ലുന്നേ. ഇടയ്ക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ വാഴത്തമ്പരെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റി വെച്ചുകൊണ്ടിരിക്കും. ഉണ്ടോ? നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് തന്നെ തുറച്ച് കയറണത്. എന്നിട്ട് കിടന്ന് അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോ കൈയിട്ടടി കാലിട്ടടി. നമ്മളെ കാണുമ്പോൾ പേടി. മോൻ കണ്ട വെച്ച് ഇടിച്ചാരി കൊടുക്കാൻ തോന്നുമെങ്കിലും അല്ല, സ്വഭാവം കണ്ട വെച്ച് ഇടിച്ചാരി കൊടുക്കാൻ തോന്നുമെങ്കിലും മോൻ കണ്ട ഒരുമാതിരി തലവലി ചോമരിച്ച് കൊഞ്ചിച്ച് വല്ല മറ്റേ ടൈയൊക്കെ കെട്ടി കൊടുക്കാൻ തോന്നും. അമ്മാതിരി ഒരു സാധനം. നല്ല സ്ഥലം കാണാൻ. അതുകൊണ്ട് മാത്രം വെറുതെ വെട്ടിക്കുന്നു. അടിച്ച് കൊല്ലാൻ വേണ്ടി കമ്പെടുത്ത് അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നെ ഒന്നും ചെയ്യല്ലേ. അപ്പോൾ പിന്നെ ആരായാലും എല്ലാം ചെയ്യാൻ തോന്നുന്നു. കണ്ട കണ്ണൊക്കെ കണ്ടില്ലേ? തള്ളി പുറത്തോടെ വന്നിട്ട് പേടിച്ച് തൂറിയിരിക്കുകയാണ്. മൂത്രം വെച്ചെന്ന് തോന്നുന്നു പേടിച്ചിട്ട്. അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ സരസ് പൂച്ച ഇറക്കിയാലേ പറ്റുള്ളൂ. ഇന്ന് വൈകുന്നേരം ആവട്ടെ, നിനക്ക് കാണിച്ചു തരാം. അപ്പോഴേ നമ്മളെ ചേരയില്ലേ, ചേര നമ്മൾ പറഞ്ഞു വിട്ട്. ചേര നമ്മൾ പറമ്പിലോട്ടെ അപ്പുറത്തെ പറമ്പിലോട്ട് നമ്മൾ ചേരയെ പറഞ്ഞു വെച്ച്. പാവം പോയി ജയിക്കട്ടെ. നല്ല ചേരയായിരുന്നു, എന്നും വരും. കാണുന്നത് ഡെയിലി പൊയ്ക്കൊണ്ടിരുന്ന ചേരയായിരുന്നു. പാവം തന്നെ പോയി ജീവിക്കുന്നു. നമുക്കെന്തിന് ചേര പറഞ്ഞയച്ച്. നാളെ കാണിച്ചു തരാം. വരികയാണെങ്കിലേ